ഹലോ. അപ്പോൾ നമ്മളൊരു കല്യാണ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഈ ജോണി ജോണി യെസ് പപ്പ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിരിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പാടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചിരിയൊന്നുമില്ല. അപ്പോൾ ഇവൾ ഇത്ര സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ കുളിപ്പിച്ചിട്ട് ഉച്ചക്ക് എണീച്ചതായിരുന്നു. ഒരു 11 മണിക്ക് ഉറങ്ങിയിട്ട് 1:30 ആകുമ്പോൾ എണീച്ചതായിരുന്നു. അപ്പോൾ ഇത്ര സമയം ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതാ നമ്മൾ പോകാൻ റെഡി ആയതാണ്. അപ്പോൾ നല്ല ഉറക്കിലുണ്ട്. സ്കൂട്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് അതാ ആളറിഞ്ഞു, ഉറക്കമൊക്കെ പോയി. അപ്പോൾ നമ്മളിന്ന് സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ അതാ പിന്നെയും ഉറങ്ങി. സ്കൂട്ടിയിൽ കയറിയതിന് ശേഷം ആൾ പിന്നെയും എണീച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്. കാരണം അച്ഛന് വീട്ടിലേക്ക് പോയൊരാവശ്യത്തിന്. അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് ഓട്ടോയിലാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വേറൊരു വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവൾ അവിടെ കുട്ടികളും അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുള്ളതാണ്. പിന്നെ അമ്മയും അവരൊക്കെ സംസാരിക്കുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുള്ളതാണ്. പിന്നെ ഇവളിപ്പോൾ ഫുള്ള് കുരുത്തക്കേടാണ്. കാരണം എന്ത് കണ്ടാലും വലിക്കാൻ പോകും. അപ്പോൾ ആ ടേബിളിലുള്ള ആ ഒരു ഗ്ലാസ്സൊക്കെ വലിക്കാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ അത് എടുക്കണ്ടെന്ന് പറയുമ്പോഴുള്ള എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടത്. കുട്ടികളെ കാണുമ്പോൾ ഇവർക്ക് വേറെ തന്നെ കളിയൊക്കെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കല്യാണ വീട്ടിലേക്ക് പോകുന്നുള്ളതാണ്. ഇവിടെ ഈ ലൈറ്റിങ്സ് ഒക്കെ ഫുള്ള് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഇതാ കുട്ടികൾ കളിക്കുന്നുണ്ട്. പിന്നെ ആളൊക്കെ കുറവായിരുന്നു. കാരണം കല്യാണം നാളെയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ പിന്നെ ആൾക്കാർ വരാനുണ്ടായതായിരുന്നു. നമ്മൾ കുറച്ച് വേഗമായി പോയത്. പിന്നെ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടായിരുന്നു ഞാൻ കഴിക്കാൻ പോയത്. അപ്പോൾ ഇവളിവിടെ നിന്നിട്ട് ഫുള്ള് കുട്ടികൾ കളിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ പാട്ട് വെച്ചു. അപ്പോൾ ഇവളുടെ എക്സ്പ്രഷനൊക്കെ മാറി ഫേസിൽ. പിന്നെ എന്നെ ഇതാ മുറുക്കെ പിടിച്ചിട്ടുള്ളതാണ്. പാട്ട് കേൾക്കുമ്പോൾ ഒരു പേടി പോലെ ആയി ആദ്യം, നല്ലോണം സൗണ്ട് ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.